friends, this is our channel Daily Vlogs by Krishna. ഇന്ന് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഉലുവയുടെ ഹെയർ പാക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉലുവയും അത് കഞ്ഞിവെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് അതിനകത്ത് ആര്യവേപ്പില ചേർത്ത് അരച്ചുണ്ടാക്കുന്ന ഒരു പാക്ക്. അങ്ങനത്തെ ഉലുവ അതുപോലെയുള്ള മുരിങ്ങ ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചാണെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും മുടി ഒന്ന് റഫായിട്ട് ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഭയങ്കരമായിട്ട് ഹെയർ ഡ്രൈ ആയി പോവുക, അതുപോലെ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഹെയർ മാസ്ക് ആണ് കേട്ടോ ഇത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ്. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ഈ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ട് സാധനങ്ങളാണ് വേണ്ടത്. ചെമ്പരത്തിപ്പൂവും തേങ്ങയും. തേങ്ങ ചിരകിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചുവന്ന ചെമ്പരത്തിപ്പൂ ആവണം. ഇതേപോലുള്ള 5 ഇതളുള്ള പൂവ് എടുക്കാം. ഇങ്ങനത്തെ ഉണ്ട ചെമ്പരത്തി എടുക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിതായത് നന്നായിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കോട്ടൺ തുണിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ഇതിലുള്ള ചണ്ടിയൊക്കെ പോയി നല്ല വൃത്തിക്ക് തലയിൽ തേക്കാൻ പറ്റും. കരടൊന്നും ഉണ്ടാവില്ല, വാഷ് ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞ് നീര് മാത്രം എടുത്ത് തേക്കുകയാണെങ്കിൽ സുഖമാണ്. ഞാനിപ്പോൾ അതിനൊന്നും മെനക്കെടുന്നില്ല, ഇത് നേരിട്ട് തലയിൽ തേക്കാനാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യാം കേട്ടോ. തലയിലും നന്നായിട്ട് സ്കാൽപ്പിൽ ചെയ്തിട്ട് ഒരു മസാജ് കൊടുക്കുക. അതേപോലെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. മുടി സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് കിടക്കാൻ ഇത് സഹായിക്കും കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ തേക്കുമ്പോൾ നല്ല കരടുണ്ടാവും. കണ്ടോ, തേങ്ങയും ചെമ്പരത്തിയുടെ ഇതൊക്കെയാണ്. വാഷ് ചെയ്ത് കളയാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ അരിച്ചിട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സാധനങ്ങൾ അരിക്കാറില്ല, അത് അങ്ങനെ ചെയ്യും. എന്നിട്ട് കഴുകി കളഞ്ഞിട്ട് ചിലപ്പോൾ കഴുകുമ്പോൾ പോലും ഒരു പൊടി പോലെ തലയിൽ ഉണ്ടാവും. വാഷ് ചെയ്ത് കഴിഞ്ഞ് മുടി ഉണങ്ങി കഴിയുമ്പോൾ കോംബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിത് തലയിൽ തേച്ചിട്ട് ഇനി വരാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാ സ്കാൽപ്പിലും മൊത്തം ഹെയറിലും ഒരുപോലെ ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഹെയർ ആണെങ്കിലും നല്ല സ്മൂത്തായിട്ട് വരും, അതേപോലെ സിൽക്കി ആയിട്ട് കിട്ടും. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർക്ക് അത് കുറച്ച് കൊണ്ടുവരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ ഫുള്ളായിട്ട് തേക്കാൻ നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പീര നമ്മൾ തുണിയിൽ കെട്ടി പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ സുഖമാവും കേട്ടോ വാഷ് ചെയ്യാൻ. ഞാനിപ്പോൾ എനിക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഉലുവയുടെയും ഇങ്ങനത്തെയൊക്കെ മാസ്ക് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം ഇത് തലയിൽ തേക്കുകയാണെങ്കിൽ ഹെയർ ഒന്ന് സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് കിടന്നോളും. റഫ്നെസ്സൊക്കെ മാറും, ഫ്രിസ്നെസ് മാറും. മുടി ഫ്രിസ് ആയിട്ട് കിടക്കുന്ന ഹെയറിൽ പെട്ടെന്ന് മുടി പൊട്ടിപ്പോവാനും അതേപോലെ സ്ലിറ്റ്നെസ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രിസി ഹെയർ മാറ്റി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഹെയർ കിട്ടാനായിട്ട് ഈ മാസ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ അഭിപ്രായങ്ങളുണ്ട് അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് പറ്റുന്ന സബ്ജക്റ്റാണ് അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലാത്ത പക്ഷം അത് തുറന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ചാ.